Hi dears, welcome to ACHUS DESIGN. ഇന്ന് നമ്മൾ ഈ ഒരു ഗ്രീൻ കളറിലെ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി സിൽക്ക് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സ്റ്റോൺസ് വേണം. ഈ ഒരു സിൽവർ കളറിലെ സ്റ്റോൺസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിൽവർ കളറിലെ കുറച്ച് കട്ട് ബീഡ്സ് വേണം. അപ്പോൾ ഈ ഒരു 3 ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതാണ് നമ്മളുടെ നെക്കിൻ്റെ പാറ്റേൺ. അപ്പോൾ ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഈ ഒരു മോഡലിലാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ നമുക്ക് വരുന്നത്. തൊട്ട് താഴെയായിട്ട് നിറയെ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ ഡിസൈനിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ടും നമുക്ക് കുറച്ച് ഫ്ലവേഴ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ പാറ്റേൺ. ആദ്യം തന്നെ നമുക്ക് നെക്കിൻ്റെ ബോർഡർ ഒന്ന് ചെയ്ത് കൊടുക്കാം. റൗണ്ട് നെക്കല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റൗണ്ട് നെക്കിൻ്റെ ആ ഒരു ബോർഡർ മൊത്തം നമുക്ക് ഈ ഒരു ബീഡ്സ് വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ ഒരു ബീഡൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്പോൾ ആ ബീഡ് ഫിക്സ് ചെയ്യുമ്പോൾ ഒന്ന് അത്യാവശ്യം കെട്ടിട്ട് കൊടുത്തിട്ട് ചെയ്യണം കേട്ടോ. ഞാനൊക്കെ ഇതിലെ ഏറ്റവും ഒടുവിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് നീക്കി വേണം അടുത്ത ത്രെഡ് എടുക്കാൻ. എന്നിട്ട് ബാക്കിലേക്കാണ് നമ്മൾ ഈ ഒരു ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് പോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓരോ ബീഡായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈനൊക്കെ നമുക്കൊരു പെർഫെക്ഷൻ ഉണ്ടാവും. നമുക്ക് 2-3 ബീഡ്സൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ നിന്നൊക്കെ നമുക്ക് മെറ്റീരിയൽ മാറ്റുന്ന സമയം ഇത് അഴിഞ്ഞ് ഇരിക്കുന്ന ഒരു പോലെ വരും. അപ്പോൾ അത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഓരോ ബീഡ്സായിട്ട് നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ആരി നീഡിലും നമുക്ക് ഈ ഒരു ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നോർമൽ നീഡിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നീഡിൽ നമ്പർ 12 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ബാക്കി ബോർഡർ ഭാഗം ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കണ്ടോ പാറ്റേണിൽ നമ്മൾ ഈ ഒരു ബോർഡറാണ് നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ഈ ഒരു ഡിസൈനാണ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതും ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ബീഡ്സ് ഓരോ ബീഡ്സായിട്ട് നമ്മൾ ആദ്യം ഒരു ബീഡ് ഫിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് മുൻപിലേക്ക് നീക്കിയിട്ട് വേണം അടുത്ത ത്രെഡ് എടുക്കാൻ. എന്നിട്ട് ബാക്കിലേക്ക് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഡിസൈൻ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമുക്ക് വരുന്നത്. 2 സൈഡിലേക്കും നമ്മുടെ ഈ ഒരു ബീഡ് നമുക്ക് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സെൻറ്റർ പോർഷൻ മുകളിലൊരു സെൻറ്റർ പോർഷനിൽ നമ്മൾ സ്റ്റോൺ ഫിക്സ് ചെയ്തേക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആ ഒരു സെൻറ്റർ പോർഷനിൽ കുറച്ച് ഫാബ്രിക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സ്റ്റോൺ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം പിന്നെ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങിയാൽ മതി.
ഇതുപോലെ നമുക്കൊന്ന് അടുത്തതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് തൊട്ട് താഴെയായിട്ട്, അതായത് ഏറ്റവും താഴെയായിട്ട് നമുക്ക് കുറേ ലെയേഴ്സായിട്ടല്ല നമ്മൾ ഫ്ലവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ചെയ്തൊന്ന് കൊടുക്കാം. ആദ്യം ഞാനൊരു ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെൻറ്ററിലായിട്ട്. പിന്നെ അതിന് ചുറ്റിനുമാണ് നമ്മൾ ഈ ഒരു റിംഗ് നോട്ട് ഫ്ലവർ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 8 സ്റ്റാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. അടുപ്പിച്ച് വേണം നമുക്ക് ഈ ഒരു റിംഗ് നോട്ട് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് 2 പ്രാവശ്യം ഒന്ന് നീഡിൽ ത്രെഡ് ചുറ്റിന് ശേഷം വേണം താഴേക്ക് പതുക്കെ വേണം ഒന്ന് വലിച്ചു കൊടുക്കാനായിട്ട്. ഇവിടെ റിംഗ് നോട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ അടുപ്പിച്ച് ബാക്കിയുള്ള ഭാഗത്തും കൂടെ നമുക്ക് റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കണം. ഇനി മുകളിൽ നമ്മൾ സ്റ്റോൺ ഫിക്സ് ചെയ്തിരുന്നല്ലോ, അപ്പോൾ ആ ഒരു സ്റ്റോണിൻ്റെ ചുറ്റിനുമായിട്ട് ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ ടൈമിലൊന്ന് നമ്മൾ ഇതിലൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി ത്രെഡ്. ഇതുപോലെ വന്ന് ചെറിയ ഫ്രഞ്ച് നോട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു സ്റ്റോണിന് ചുറ്റിനും നിൽക്കത്തക്ക വിധത്തിൽ നമുക്ക് ഈ ഒരു ഫ്രഞ്ച് നോട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. ഇതിലൊരു തവണ ഒന്ന് ത്രെഡ് ചുറ്റി കൊടുത്താൽ മതി. 2 പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി തിക്കായി പോകും. അപ്പോൾ നമുക്ക് ചെറിയത് മതിയല്ലോ, അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ സൽവാർ സെറ്റാണിത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പാറ്റേൺ കണ്ട പോലെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കനുണ്ട്, ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓളെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, ആ ഓൾ തന്നെ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.